ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്ന ഈ നാട്ടിൽ നമ്മളൊക്കെ ഭയം കൂടാതെ ജീവിക്കുന്നത് നിയമം നടപ്പാക്കാൻ ഇവിടെ പോലീസുകാരുണ്ടെന്ന ധൈര്യത്തിലാണ്. പൊതുജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനായി കേരളത്തിലാകെ 60,000-ഓളം പോലീസുകാരുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അകമ്പടി പോകുന്ന കുറേ എണ്ണത്തെ മാറ്റി നിർത്താം. ബാക്കിയുള്ള പോലീസുകാരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നില്ല. എന്നാൽ കാക്കിയിട്ട ചില ക്രിമിനലുകളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസ് സേനയിൽ 932 ക്രിമിനലുകളുണ്ടെന്ന കണക്ക് പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിൽ IPS ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള നീണ്ട നിര. ഇങ്ങനെയുള്ള നാട്ടിൽ ഒരു സാധാരണക്കാരന് പരാതിയുമായി എങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ കഴിയും? കുന്നംകുളത്തെ നുഹ്മാനും കൂട്ടർക്കും പിന്നാലെ മറ്റു ചില ഇടിയൻ പോലീസുകാരുടെ ക്രൂരതയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. DYSP മധു ബാബു, CI PB രതീഷ്, SI അനൂപ് ചന്ദ്രൻ. കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതികളായ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്രയും നാൾ ആരാണ് സംരക്ഷിച്ചത്? ഇതുപോലുള്ള ക്രിമിനലുകളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും സേനയിൽ വച്ചു പൊറിപ്പിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സംസ്ഥാന പോലീസ് സേനയിൽ നിരവധി ഇടിയൻ പോലീസുകാരുണ്ട്. അതിലൊരാളാണ് CI PB രതീഷ്. പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തുന്നവരോട് പോലും ഒരൽപ്പം ദാക്ഷിണ്യം കാണിക്കില്ല. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കും. ആ കേസ് ഒതുക്കാൻ പിന്നെ കൈക്കൂലിയും. PG പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ജനമൈത്രിക്കാരുടെ തനി സ്വഭാവം പൊതുജനം മനസ്സിലാക്കിയത്. 2 വർഷം മുൻപുണ്ടായ സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്നവർക്ക് ഇനിയും ഈ ഇടിയൻ രതീഷിനെ സംരക്ഷിക്കാൻ കഴിയുമോ? നിലവിൽ കടവന്ത്ര സിയായ ഇയാൾക്ക് ദക്ഷിണമേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടപടിയെടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടലുണ്ടായിരിക്കുന്നത്. 2023 നടന്ന സംഭവത്തിൽ രതീഷിനെതിരെ അന്വേഷണം നടത്തിയത് അന്നത്തെ തൃശൂർ അഡീഷണൽ SP ശശിധരനായിരുന്നു. സംഭവത്തിൽ രതീഷ് കുറ്റക്കാരനാണ് എന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ രതീഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴേക്കും രതീഷ് കടവന്ത്ര CA മാറുകയും ചെയ്തു. രതീഷിന്റെ വിശദീകരണം ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും. താൻ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് രതീഷ് നേരത്തെ അഡീഷണൽ SPക്ക് നൽകിയ വിശദീകരണം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദവും പൊളിഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാൻ ആദ്യഘട്ടത്തിലെ പരാതിക്കാരെ ഉപയോഗിച്ച് പണം വാങ്ങിയെന്നും ഹോട്ടലുടമ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസുകാർക്കായി പണം വാങ്ങിയ CCTV ദൃശ്യങ്ങളും ഹോട്ടലുടമ KP ഔസേപ്പ് പുറത്തുവിട്ടിരുന്നു. 2023 മെയ് 24 തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ മാനേജരെയാണ് PG SI ആയിരുന്ന PM രതീഷ് മർദ്ദിച്ചത്. കാരണം അന്വേഷിക്കാനെത്തിയ ഹോട്ടൽ ഉടമ KP ഔസേപ്പിനും മകനു നേരെയും ഭീഷണി ഉയർത്തുകയും ചെയ്തു. രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനാണ് നിർദ്ദേശമെന്നറിയുന്നു. ദക്ഷിണമേഖല IG പക്കലുള്ള നിലവിലെ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGPയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തെരുവ് ഗുണ്ടകളുടെ അത്രയും പോലും മനുഷ്യപ്പറ്റില്ലാത്ത ഒരൊറ്റ വർഗമേ ഈ നാട്ടിലുണ്ടാകൂ. അതാണ് കേരള പോലീസ്. കാക്കി കുപ്പായമിട്ടാൽ ഒരച്ഛൻ്റെ വേദനയും അമ്മയുടെ കണ്ണീരും അവർക്ക് മനസ്സിലാകില്ല. പത്തനംതിട്ട അടൂരിൽ സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഉള്ളു നീറും. സാമ്പത്തിക തർക്കം പരിഹരിക്കാനായി സ്റ്റേഷനിലെത്തിയ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ SI കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി. ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത്. സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ടാണ് ബാബുവിനെ പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി തല്ലിച്ചതച്ചത്. കഴിഞ്ഞ മെയിലുണ്ടായ ദുരനുഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്.
സാമ്പത്തിക തർക്കം പരിഹരിക്കാനാണ് ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പള്ളിക്കൽ സ്വദേശി ബാബു മെയ് 27-ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി സിഐയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി. തുടർന്ന് പരാതിയില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സിഐ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നാലെ എത്തിയ എസ്ഐ അനൂപ് ചന്ദ്രൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നാണ് ബാബുവിന്റെ പരാതി. ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയും എസ്ഐ അസഭ്യം പറഞ്ഞുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും എസ്ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബാബു. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. സംഭവത്തിന് പിന്നാലെ എസ്ഐയെ സ്ഥലം മാറ്റിയെന്നും ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ നഗ്നരാക്കി മർദ്ദിക്കും. ലോക്കപ്പ് മർദ്ദനത്തിനിടെ ചൊറിയണ പ്രയോഗം വേറെ. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കും. ഡിവൈഎസ്പി മധുബാബു ഒരു പ്രത്യേക മനോവൈകൃതമുള്ള വ്യക്തിയാണോ? ആലപ്പുഴ ഡിവൈഎസ്പിയായ മധുവിന് കസ്റ്റഡി മർദ്ദന കേസിൽ ഒരിക്കൽ കോടതി 1 മാസം തടവ് ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പാർട്ടിയുടെയും തണലിൽ അയാൾ ഇപ്പോഴും സേനയിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ്. മധുബാബുവിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി പുറത്തു വരുന്നു. 2022-ൽ ഇയാൾ തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെ പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുരളീധരനെ ഈ ഉദ്യോഗസ്ഥൻ അസഭ്യം പറയുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധുബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതിനെതിരെ നേതാക്കൾ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിന് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതെന്നാണ് പരാതി. അദ്ദേഹം വളരെ സുഭിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വയർലെസ് എൻ്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എൻ്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. അതിലും ഞാൻ മറിഞ്ഞു വീണു. മുരളീധരനെ തെറി പറയുന്ന മധുബാബുവിന്റെ ഓഡിയോയും പുറത്തു വന്നു. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മുരളീധരൻ തുടർ ചികിത്സ ഉറപ്പാക്കിയത്.
ന്യൂസ് 18 ഇടുക്കി. രാഷ്ട്രീയ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് എല്ലാ സർക്കാരുകളുടെയും പൊതുരീതിയാണ്. എന്നാൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം കാക്കിയിട്ടവർക്ക് അഴിഞ്ഞാടാൻ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളെ തല്ലിയൊതുക്കും. അതിനിടെ ജീവിതം തന്നെ ഇരുട്ടിലായ ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ. തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബിലാൽ സമദിന്റെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടത് പോലീസ് മർദ്ദനത്തിലാണ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. ജൂൺ 14 തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടക്കുന്നത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി ചാർജ് നടത്തി. ലാത്തി ചാർജിനിടയിലാണ് ബിലാൽ സമദിന് പരിക്കേറ്റത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി കാര്യങ്ങൾ. പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20 ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല. തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഇതിനിടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു. പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു. മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വന്ന് 4 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ ആരോപണം. 6 സ്റ്റിച്ചായിരുന്നു തലയിലുണ്ടായിരുന്നത്. ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറിവെച്ചെങ്കിലും ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചട്ടിയും കലയുമാണേൽ ഒന്ന് തട്ടിയും മുട്ടിയും നോക്കിയിരിക്കും. ഇതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളെ പലരും വ്യാഖ്യാനിക്കുന്നത്. പണ്ടൊക്കെ ദമ്പതികൾ പരസ്പരം വഴക്ക് കൂടിയാൽ പരമാവധി ഒരു ദിവസമൊക്കെ പിണങ്ങിയിരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മറിച്ചാണ്. ചെറിയ തർക്കങ്ങൾ പോലും അക്രമത്തിലും കൊലപാതകത്തിലും ആത്മഹത്യയിലും കലാശിക്കുന്ന കാഴ്ച. ഇടുക്കി അടിമാലിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. അടിമാലി ചാറ്റുപാറ സ്വദേശി പത്രോസാണ് ജീവനൊടുക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സാറാമ്മയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിയോടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ആ സമയം ദമ്പതികളുടെ മക്കൾ ആരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതിനിടെയാണ് പത്രോസും സാറാമ്മയും തമ്മിൽ വഴക്കുണ്ടായത്. വാക്കുതർക്കത്തിനിടെ പത്രോസ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ചു. കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ് സാറാമ്മ ബോധരഹിതയായി വീണതിനെ തുടർന്ന് മരിച്ചെന്ന് കരുതി പത്രോസ് തൂങ്ങി മരിക്കുകയായിരുന്നു. സാറാമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് അതേ മുറിയിൽ തന്നെ തൂങ്ങി മരിച്ചെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. വീടിനടുത്തുള്ള ഒരു ഫാമിലെ ജോലിക്കാരാണ് ഇരുവരും. സാധാരണ ജോലിക്കെത്താറുള്ള സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് സാറാമ്മയെ വെട്ടേറ്റ നിലയിലും പത്രോസിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയത്. പത്രോസും സാറാമ്മയും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാവാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു.
കുടുംബ കലഹമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് അരമങ്ങാനത്തെ രഞ്ജേഷും പെരിയ സ്വദേശിനി നന്ദനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം യുവതിയുടെ ആത്മഹത്യ. നവവധുവിനെ അരമങ്ങാനത്തെ ഭർതൃവീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് താൻ മരിക്കാൻ പോകുന്നുവെന്ന് കാട്ടി യുവതി അമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശവും കുരുക്കിൻ്റെ ഫോട്ടോയും അയച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരമങ്ങാനം ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയെയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ്. ഏപ്രിൽ 26-നായിരുന്നു ഇവരുടെ വിവാഹം. മരിക്കാൻ പോകുന്നുവെന്ന് കാണിച്ച് മാതാവ് സീനയ്ക്ക് സന്ദേശവും കുരുക്കിന്റെ ഫോട്ടോയും നന്ദന അയച്ചിരുന്നു. ഇതേ തുടർന്ന് വിവരം ഭർതൃവീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ കിടപ്പുമുറിയുടെ വാതിലിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് നന്ദനയെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ദേളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രഞ്ജേഷിന്റെയും നന്ദനയുടെയും പ്രണയവിവാഹമായിരുന്നു. മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് വീട്ടുകാർ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങൾ വിവാഹിതരായെന്നാണ് ഇരുവരും പോലീസിനു മുമ്പാകെ പറഞ്ഞത്. ഏപ്രിൽ 26-ന് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. കഴിഞ്ഞ ദിവസം അരമങ്ങാനത്ത് നടന്ന ഓണാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത നന്ദന എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നതിൽ വ്യക്തതയില്ല. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് നന്ദന രഞ്ജീഷുമായി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും. സംഭവത്തിൽ മേൽപ്പറമ്പ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിഭജികയുടെ അമ്മ കഴിഞ്ഞ 2 മാസമായി നിയമ പോരാട്ടത്തിലാണ്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഭർത്താവ് നിതീഷാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? UAE-യിൽ താമസിക്കുന്ന ഇയാളെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതോടെ നിതീഷിനായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 1.5 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കിയത് ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം കാരണമെന്നാണ് പരാതി. കഴിഞ്ഞ ജൂലൈ 8-നാണ് ഷാർജയിലെ അൽ നഹ്ദയിലുള്ള അപ്പാർട്ട്മെന്റിൽ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക, മകൾ 1.5 വയസ്സുകാരി വൈഭവി എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടേത് തൂങ്ങി മരണമാണെന്നും വൈഭവി ശ്വാസം മുട്ടി മരിച്ചെന്നുമാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. കുട്ടിയെ കൊന്ന ശേഷം വിഭജിക ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ വീട് അകത്തുനിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഭർത്താവ് നിതീഷ് മറ്റൊരു സ്ഥലത്തായിരുന്നു താമസം. ഭർത്താവിനും ഭർതൃവീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ടിരുന്നുവെന്ന് 6 പേജുള്ള കുറിപ്പിൽ വിഭജിക പറയുന്നു. തുടർന്ന് അമ്മ ശൈലജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിതീഷിനും അച്ഛനും സഹോദരിക്കുമെതിരെ ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും കേസ് രജിസ്റ്റർ ചെയ്തത്. കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിഭജികയുടെ കുടുംബം ആഗ്രഹിച്ചപ്പോൾ ദുബായിൽ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷ് നിലപാടെടുക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്തു. വിഭജികയുടെ മൃതദേഹം കുടുംബം നാട്ടിലെത്തിച്ചാണ് സംസ്കരിച്ചത്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കേസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനായി പോലീസിന്റെ തീരുമാനം. ഷാർജയിലെ വീട്ടുജോലിക്കാരിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഭർത്താവിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിഭജികയുടെ ലാപ്ടോപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഫേസ്ബുക്കിൽ ഇവർ എഴുതിയ കുറിപ്പിന്റെ ഒറിജിനൽ പതിപ്പ് ലാപ്ടോപ്പിൽ ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ നിതീഷ് ഇപ്പോഴും UAE-യിൽ തന്നെയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സോഷ്യൽ മീഡിയ വഴി മാത്രം പരിചയമുള്ളവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കുന്നവരുടെ കെണിയിൽ വീണാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടി തിരിച്ചറിയണം. കാരണം യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. സ്ത്രീകൾക്ക് അനുകൂലമായുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഇത്തരം സംഘങ്ങളെ പിടികൂടിയ നിരവധി കേസുകളാണ് സമീപകാലത്തായി പുറത്തു വന്നത്. കോഴിക്കോട് കുന്നമംഗലത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മലപ്പുറം സ്വദേശിയെ മടവൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി ചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നുമാണ് കേസ്. കോഴിക്കോട് കുന്നമംഗലത്ത് സൗഹൃദം സ്ഥാപിച്ച് യുവാവിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിലാണ് 2 യുവതികളടക്കം 3 പേർ പിടിയിലായത്. മാവേലിക്കര സ്വദേശിനി ഗൗരി നന്ദ, തിരൂരങ്ങാടി സ്വദേശികളായ അൻസിന, മുഹമ്മദ് അഫീഫ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം മടവൂരിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് പണം തട്ടിയത്. വീട്ടിലെത്തിയ യുവാവിനെ നഗ്നനാക്കി ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കുടുംബത്തിന് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 1,35,000 രൂപ സംഘം തട്ടിയെടുത്തു. സംഭവത്തിൽ യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം നടത്തിവരികയായിരുന്നു. തുടർന്നാണ് 3 പേരെ പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ വാദിയെ പ്രതിയാക്കിയ പോലീസ്. അതിനിടെ ധർമ്മസ്ഥലയിൽ വീണ്ടും നാടകീയ സംഭവങ്ങൾ. ബംഗ്ലൈഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിട്ടൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തു നിന്നാണ് 1ലധികം അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചത്. ഇതിനിടെ ധർമ്മസ്ഥല കേസിൽ യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫിനെ SIT ചോദ്യം ചെയ്തു. അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് മനാഫിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ SIT അന്വേഷണം 52ാം ദിവസം എത്തി നിൽക്കവെയാണ് വീണ്ടും വൻ വഴിത്തിരിവുണ്ടായത്. ബംഗ്ലഗുഡയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് 1ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ലാബിലേക്ക് അയച്ചു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടി ഇതേ സ്ഥലത്ത് നിന്ന് ലഭിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മഹസർ ഉൾപ്പെടെയുള്ള നടപടികൾക്കായി വനത്തിനകത്തെത്തിയപ്പോഴാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രദേശം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. ഇതിനിടയിൽ യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ കോഴിക്കോട് സ്വദേശി മനാഫ് ചോദ്യം ചെയ്യലിനായി SITക്ക് മുന്നിൽ ഹാജരായി. അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ നൽകാൻ വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ തിരുവോണം നബിദിനം ആഘോഷങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച മാത്രമേ ഹാജരാകാൻ കഴിയൂവെന്ന് ചൂണ്ടിക്കാട്ടി മനാഫ് കത്ത് നൽകിയിരുന്നു. യൂട്യൂബറായ അഭിഷേകിനെയും SIT ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ മഹേഷ് ഷെട്ടി തിമിരോടി, T ജയന്ത്, ഗിരീഷ്, യൂട്യൂബർ സമീർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു.
ന്യൂസ് 18 ധർമ്മസ്ഥല. ലഹരിക്കടിമകളായ യുവാക്കൾ ഏതു നിമിഷവും അക്രമകാരികളാകാം. പൊതുസ്ഥലത്തും സ്വന്തം വീട്ടിലും യാതൊരു പ്രകോപനവുമില്ലാതെ പൊട്ടിത്തെറിക്കാം. തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി അലൻ എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ പകൽ കാട്ടിക്കൂട്ടിയ പരാക്രമം മയക്കുമരുന്ന് ലഹരിയിലെന്നാണ് സൂചന. വർക്കലയിലെ വിനോദസഞ്ചാര മേഖലയിലെത്തിയ യുവാവ് വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. നിരവധി കടകൾ അടിച്ചു തകർക്കുകയും വഴിയിൽ നിന്ന വയോജനങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാർ ബലപ്രയോഗത്തിലൂടെ പിടികൂടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അകാരണമായി യുവാവ് വ്യാപകമായി അക്രമം നടത്തിയെന്നാണ് പരാതി. തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി 35-കാരനായ അലനാണ് അറസ്റ്റിലായത്. രാവിലെ വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപത്തെ സജുവിന്റെ റെസ്റ്റോറന്റിൽ എത്തിയ ഇയാൾ ഇരുമ്പ് വടി ഉപയോഗിച്ച് കട അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചുപൊട്ടിച്ചു. പിന്നീട് ഇവിടെ നിന്ന് വാഹനവുമായി രക്ഷപ്പെട്ട അലൻ വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം കാൽനടയായി പോയ അമ്മയെയും മകനെയും ആക്രമിച്ചതായും പറയുന്നു. വർക്കല പോലീസ് സ്റ്റേഷന് സമീപം കരിക്ക് കച്ചവടം നടത്തുന്ന രഘുനാഥപുരം സ്വദേശി 90 വയസ്സുള്ള ബഷീറിന്റെ മുഖത്തടിച്ചതിനെ തുടർന്ന് മൂക്കിന്റെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായി. ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുമകളെ സ്കൂളിൽ വിടുന്നതിനായി റോഡരികിൽ കുട്ടിയുമായി നിന്ന ക്യാൻസർ രോഗിയായ 70 വയസ്സുള്ള രാജനെയും തലയ്ക്ക് കമ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. ഇയാൾ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീട് പുത്തൻചന്ത ഭാഗത്ത് വീണ്ടും കാറിൽ നിന്നിറങ്ങി അവിടെ നിന്നിരുന്ന യുവാവിനോട് സൗമ്യമായി സംസാരിക്കുകയും പെട്ടെന്ന് പ്രകോപിതനായി കയ്യിലിരുന്ന ഇരുമ്പുപടി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. ഇത് കണ്ട് പ്രദേശവാസികൾ അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. 7 മണിയായപ്പോഴത്തേക്ക് എൻ്റെ കട കേരള കഫേ തിരുവമ്പാടി റോഡിലാണ്. ചായക്കടയാണ്. ഗസ്റ്റുകളും എൻ്റെ സ്റ്റാഫ് 3 പേരെ ഉള്ളായിരുന്നു. 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളുമായിരുന്നു. അവരുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു. ഒരു ഓട്ടോമാറ്റിക് കാർ കൊണ്ട് നിർത്തി. ഒരു തടിയനാണ്, ഒരു കറുത്തൊരു ഗുണ്ട് സാധനം, കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു. കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തേരടാ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന, ക്ലോസ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പച്ച ചീത്തയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ 2 അടി അടിച്ചു. അടിച്ചപ്പോൾ സ്റ്റാഫ് എന്നെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് സ്റ്റാഫ് ഇറങ്ങി ഓടി. ഇവൻ അവിടെ ഇന്ന് ക്ലാസ്സിൽ കയ്യിരുന്ന പൈപ്പ് കൊണ്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. എന്റെ കസേരകൾ മൊത്തം പറക്കി റോഡിലിറങ്ങി. വെളിയിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു കാറുണ്ട്, ഒരു ബ്ലൂ കാർ, അതിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. എന്റെ കസ്റ്റമർ എല്ലാവരും ഇറങ്ങിപ്പോയി. ഭയങ്കര സീനായി. പ്രതി അലൻ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലുകളും തകർന്ന നിലയിലാണ്. പ്രതിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു അതിക്രമമെന്നാണ് സൂചന. അലന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ലഹരി മാഫിയെപ്പോലെ മദ്യപ സംഘവും നാട്ടിൽ ഭീതി പരത്തുകയാണ്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ടു. മദ്യലഹരിയിൽ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് അയൽവാസികളായ 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പനങ്ങോട്ടുകോണം സ്വദേശികളായ രാജേഷ്, സഹോദരൻ രതീഷ്, ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു അക്രമ സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികളായ സഞ്ജയും സുഹൃത്തുക്കളും ഒളിവിൽ പോയിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പനങ്ങോട്ടുകോണം സ്വദേശി സഞ്ജയും സംഘവും മദ്യപിച്ച് വീടിനുമുമ്പിൽ പരസ്പരം ചീത്ത വിളിച്ചു. ഈ സമയം അവിടെ എത്തിയ അയൽവാസി രാജേഷും മറ്റും ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ സഞ്ജയ് വീട്ടിൽ കയറി കത്തിയെടുത്തുകൊണ്ടുവന്ന് സുഹൃത്തുക്കളുമൊത്ത് 3 പേരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. രാജേഷ്, സഹോദരൻ രതീഷ്, ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. സിറ്റിയിൽ പോയിട്ട് വരികയായിരുന്നു. അവിടെ കുറച്ച് പയ്യന്മാർ ചേർന്ന് ഭയങ്കര ചീത്തവിളിയും ബഹളമൊക്കെ ആയിരുന്നു.
അത് ഇവിടെ പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് അനിയൻ ചെന്ന് ചോദിച്ചു ഇവിടെ ചീത്ത വിളിക്കില്ലെന്ന് ചോദിച്ചത്. അങ്ങനെ ഒരു സംസാരമായി, പിടിച്ചലായി. ഞാൻ ചെന്ന് അനിയനെ പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടി ചെന്നതും കത്തിയാണെന്ന് തോന്നുന്നു എടുത്ത് കുത്തി. എനിക്ക് ഇവിടെ ഉണ്ട്, അനിയൻ്റെ വയറിലും കുത്തി. അപ്പോൾ എനിക്ക് വേറൊരു കൂട്ടുകാരൻ നമ്മൾ ബന്ധു തന്നെ, അവൻ വന്ന് അവൻ്റെ കാലിലും കുത്തിയായിരുന്നു ചെയ്തത്. രാജേഷിന്റെ കയ്യിലാണ് കുത്തേറ്റത്. രതീഷിന് മുതുകിലും രഞ്ജിത്തിന് കാലിലും കുത്തേറ്റു. 3 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സഞ്ജയ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ശ്രീകാര്യം. കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള അടിപിടിയിൽ പുറമേ നിന്നുള്ളവർ പരമാവധി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാളെ അവർ ഒന്നിക്കാം, നിങ്ങൾ പിന്നെ ശത്രുപക്ഷത്താകും. അതുമാത്രമല്ല, ഇതുപോലുള്ള അക്രമങ്ങളിൽ ഇടപെട്ടാൽ തടി കേടാവുകയും ചെയ്യും. പാലക്കാട് മണ്ണാർക്കാട് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം പിടിച്ചു മാറ്റാൻ ചെന്ന അയൽവാസിക്ക് മർദ്ദനമേറ്റു. മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശി വിനേഷിനാണ് പരിക്കേറ്റത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ പിടിച്ചുമാറ്റാൻ ചെന്നപ്പോഴാണ് അയൽവാസിക്ക് മർദ്ദനമേറ്റത്. മണ്ണാർക്കാട് തച്ചനാട്ടുകര ചെത്തല്ലൂർ തെക്കേതിൽ വിനേഷിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ സമീപവാസിയായ സുധീഷിനെ നാട്ടുകൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. സുധീഷും സഹോദരൻ സുഖിലേഷും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും ഉണ്ടായതായി പോലീസ് പറയുന്നു. നിലവിളി കേട്ട് സംഭവസ്ഥലത്തെത്തിയ വിനേഷ് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ സുധീഷ് വിനേഷിനെ കുപ്പികൊണ്ട് അടിച്ചെന്നാണ് പരാതി. വിനേഷിന് ചെവിക്ക് താഴെയാണ് പരിക്ക്. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കിയ സുധീഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം നിലമേലിലെ ഒരു ബാങ്ക് കവർച്ചാ ശ്രമമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. നിലമേൽ IDFC ബാങ്കിന്റെ ശാഖയിൽ ശനിയാഴ്ച രാത്രിയിലാണ് കവർച്ചാ ശ്രമം ഉണ്ടായത്. മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഓണാവധിക്ക് ശേഷം ബാങ്ക് തുറന്നപ്പോഴാണ് മോഷണശ്രമം നടന്നതായി ജീവനക്കാർ അറിയുന്നത്. സംഭവത്തിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഇടറോഡിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ലോക്കർ മുറി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ മടങ്ങുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ബാങ്കിന്റെ വാതിൽ തകർക്കാനായി മോഷ്ടാക്കൾ തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്നും സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ എടുത്തതായും പോലീസ് കണ്ടെത്തി. ലോക്കർ തുറക്കാൻ സാധിക്കാതെ വന്നതോടെ ബാങ്കിലെ ക്യാമറയുടെ DVRും മോഷ്ടിച്ച് ഇവർ കടന്നുകളയുകയായിരുന്നു. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷ്ടാക്കളെ കണ്ടെത്താൻ ശ്രമം ഊർജിതമാക്കുന്നതായി ചടയമംഗലം CI N സുനീഷ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്നത് ചിലർക്കൊരു വിനോദമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ആശങ്കയും പിന്നാലെയുള്ള പരിശോധനകളും എത്രയോ മനുഷ്യരെയാണ് ബാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനും ഹൈക്കോടതിക്കും ബോംബ് വെച്ചെന്ന വ്യാജ സന്ദേശമാണ് ഇതിലൊടുവിലെത്തിയത്. 2ഇടങ്ങളിലും ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സന്ദേശം. പോലീസും ബോംബ് സ്ക്വാഡും 2ഇടങ്ങളിലും തിരച്ചിൽ നടത്തി. അതേസമയം മംഗളൂരു ബജ്പേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആളെ
പോലീസ് പിടികൂടി. തമിഴ്നാട് വെല്ലൂർ സ്വദേശി ശശികുമാറിനെയാണ് മംഗളൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും ഹൈക്കോടതിയിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സന്ദേശം. രാവിലെ 8:50 തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ ഔദ്യോഗിക ഇമെയിലിൽ സന്ദേശമെത്തിയത്. ഉടൻ തന്നെ രണ്ടിടത്തും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സമഗ്രമായ പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താത്തതോടെ ഭീഷണി വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. വ്യാജ സന്ദേശം അയച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മെയിലിന്റെ ഉറവിടം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ ചുമതലപ്പെടുത്തി. തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും മറ്റുമാണ് സന്ദേശത്തിലടങ്ങിയിട്ടുള്ളത്. ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ, വിമാനത്താവളം, കോടതികൾ എന്നിവയുൾപ്പെടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും സമാനമായ വ്യാജ ഭീഷണികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതേസമയം മംഗളൂരു ബജ്പേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആളെ പോലീസ് പിടികൂടി. തമിഴ്നാട് വെല്ലൂർ സ്വദേശി ശശികുമാറിനെയാണ് മംഗളൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 29 ഇയാൾ വിമാനത്താവളത്തിലേക്ക് ഫോൺ വിളിച്ചത്. ടെർമിനൽ മാനേജറെ വിളിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ആളുകളെ ഉടൻ ഒഴിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലും ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയതായി തെളിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം, കാസർഗോഡ്. റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രിയുടെ അനുമോദനം. 2 മാസത്തിന് ശേഷം റോഡ് തകർന്നതോടെ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പാലക്കാട് പട്ടാമ്പിയിലെ കൊടുമുണ്ട പാലത്ര തീരദേശ റോഡ് നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറായ അബ്ദുൾ സലീമിനെ സസ്പെൻഡ് ചെയ്തത്. പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് നടപടി നേരിട്ട സലീം. റോഡിലെ 30 സെന്റിമീറ്റർ കനം വേണ്ടിയെടുത്ത് പകുതി മാത്രമേ ഉള്ളൂവെന്ന് ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കരാറുകാരിൽ നിന്ന് ക്രമക്കേട് നടത്തിയ 1 കോടി രൂപ തിരിച്ചു പിടിക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. $2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്കുള്ള പാതയാണ് 2 മാസത്തിനകം ഇടിഞ്ഞു താഴ്ന്നത്. പടിഞ്ഞാറേ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞത്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സാങ്കേതികാനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ 20 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ധനവകുപ്പ് നിർദ്ദേശം നൽകി. എന്നാൽ ഭരണപരമായ സൗകര്യാർത്ഥം സ്ഥലം മാറ്റമെന്ന് പരാമർശിച്ചുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറായ PM അബ്ദുൾ സലീമിനെ കോഴിക്കോട് ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. ഈ ഉദ്യോഗസ്ഥനാണ് റോഡിന് നിർമ്മാണ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത്. അക്കൗണ്ട് വഴി പണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി P. നന്ദകുമാർ MLA മന്ത്രി സജി ചെറിയാന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറായ PM അബ്ദുൾ സലീമിനെ സസ്പെൻഡ് ചെയ്തത്. റോഡിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മന്ത്രി അനുമോദിച്ച ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നത്. ഹാർബറിന്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിലാണെങ്കിൽ ജലജീവന്റെ പൈപ്പും പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുള്ളത്, തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഈ റോഡ് നന്നാക്കണമെങ്കിൽ മുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റോഡ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട് റീറ്റെയിനിങ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം. ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റോഡ് പരിശോധിച്ചതിൽ 30 സെന്റിമീറ്റർ കനം വേണ്ടിടത്ത് പകുതി കനം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി. 3.5 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിന് 2 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇതിൽ 1 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് നിലവിലെ സ്ഥിരീകരണം. ഈ തുക കരാറുകാരിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് വകുപ്പിന്റെ ശ്രമം. ന്യൂസ് 18 പാലക്കാട്. അവധിക്കാലത്ത് ചില സ്കൂളുകൾ സാമൂഹ്യ വിരുദ്ധർ കൈകടത്താറുണ്ട്. അനാശാസ്യവും ലഹരി ഉപയോഗവും മോഷണവും ഒക്കെ അവിടെ നടക്കും. മൂവാറ്റുപുഴയിലെ സർക്കാർ സ്കൂൾ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ടായി. ഇലക്ട്രിക് വയറുകൾ നശിപ്പിക്കുകയും ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു.
ചെടിച്ചട്ടികളും ശുചിമുറിയുടെ വാതിലും തകർത്ത നിലയിലാണ്. സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്തിരുന്ന വാഴയും വാഴക്കുലകളും നശിപ്പിച്ചു. ഓണം പ്രമാണിച്ച് സ്കൂൾ അവധിയായിരുന്നപ്പോഴായിരുന്നു സംഭവം. TTI സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ നിന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോയിരുന്ന വൈദ്യുതി കണക്ഷൻ വയറുകളാണ് നശിപ്പിച്ചത്. 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സ്കൂളിൽ പ്രവർത്തിക്കുന്ന LP, UP, നഴ്സറി സ്കൂളുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്യൂസുകൾ ഊരി മാറ്റിയ നിലയിലായിരുന്നു. സ്കൂളിൽ അസംബ്ലിക്കായുള്ള മൈക്ക് സെറ്റിന്റെയും ബോക്സിന്റെയും പ്ലഗുകൾ നശിപ്പിച്ചു. താഴുപയോഗിച്ച് പൂട്ടിയിരുന്ന ശുചിമുറിയുടെ വാതിലുകളും തകർത്ത നിലയിലാണ്. സ്കൂളിൽ കൃഷി ചെയ്തിരുന്ന വാഴകളും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. നിരന്തരമായിട്ട് സ്കൂളിൽ ആളുകളുടെ ആരോഗ്യ ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്. പലതവണയും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, പോലീസ് പട്രോളിംഗ് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അടിക്കടിയായിട്ട് ഈ പ്രശ്നങ്ങൾ സ്കൂളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കൃഷിയും ഈ സ്കൂളിൽ നട്ടിരിക്കുന്ന ചെടികളൊക്കെ അധികം വൈകാതെ നശിപ്പിക്കപ്പെടുന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ ഷിയാസ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകി. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് വാർഡ് കൗൺസിലർ രാജശ്രീ രാജുവും പറഞ്ഞു. വിജനമായ പ്രദേശമായതിനാൽ ചുറ്റുമതിലുകളോ ഗേറ്റോ ഇല്ലാത്തതും സാമൂഹിക വിരുദ്ധർക്ക് സഹായമാകുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഒരു വിരൽ കൊണ്ട് 1 മണിക്കൂർ നേരം നിർത്താതെ പുസ്തകം കറക്കി വിസ്മയിപ്പിച്ച ശ്രീഹരിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2022 +2 പഠിക്കുമ്പോഴാണ് കാസർഗോഡ് പടന്നക്കാട് സ്വദേശിയായ ശ്രീഹരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. മികച്ച കലാകാരൻ കൂടിയായ ഈ ചെറുപ്പക്കാരൻ നാടിന് തന്നെ അഭിമാനമായിരുന്നു. അങ്ങനെ തിളക്കമുള്ള നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ശ്രീഹരിക്ക് പിന്നീട് എന്താകും സംഭവിച്ചത്? നിലവിൽ നെഹ്റു കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താകും? മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് വിശദമായി അന്വേഷിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.